ഒരു കരളിൻ സ്വപ്നത്തിൽ കുളിരലകൾ മാത്രം, ഒരു കരളിൻ ദുഃഖത്തിൻ ഇരുളലകൾ മാത്രം. ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണ പൂവിൻ്റെ കഥയാണു ഞാൻ. അറിയാതെ അന്നു ഞാൻ നിന്നെ തിരഞ്ഞു, അഴലിൻ്റെ തെന്നലായി അരികത്തണഞ്ഞു. അറിയാതെ അന്നു ഞാൻ നിന്നെ തിരഞ്ഞു, അഴലിൻ്റെ തെന്നലായി അരികത്തണഞ്ഞു. അഴകിൻ്റെ അഴകേ നിന്നാത്മാനുഗാനമെന്നിൽ അകതാരിൽ വീണയിൽ വേർപെട്ടു നിന്നു. ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണ പൂവിൻ്റെ കഥയാണു ഞാൻ. മധുര പ്രതീക്ഷയാൽ മലർ വീടു കെട്ടി മധുണ്ടു വീണു മയമുകൻ തോഴി. മധുര പ്രതീക്ഷയാൽ മലർ വീടു കെട്ടി മധുണ്ടു വീണു മയമുകൻ തോഴി. ഇനി എൻ്റെ ജീവനിൽ പുളകങ്ങളില്ല, ഇനി എൻ്റെ വേണുവിൽ ഗാനങ്ങളില്ല. ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണ പൂവിൻ്റെ കഥയാണു ഞാൻ. നമസ്കാരം. കവിത സഖാവ്, രചന സാം മാത്യു. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടാ പൊള്ളിടുന്നിപ്പോൾ? എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടാ പൊള്ളിടുന്നിപ്പോൾ? താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എത്ര കാലങ്ങളായി ഞാനീടെ എത്ര പൂക്കാലമെന്നെ തൊടാതെ പോയി. എത്ര കാലങ്ങളായി ഞാനീടെ എത്ര പൂക്കാലമെന്നെ തൊടാതെ പോയി. നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തവും. നിന്റെ കൈ
ഒഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? ശാസകേയാമം നികുഞ്ചങ്ങൾ കുളിർപ്പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്ന കൃഷ്ണവേണു പാടി ഇഷ്ടമെന്നോടേറെ മന്ത്രവേണൂതി ഘനശ്യാമവൃന്ദാരണ്യം ശാസകേയാമം നികുഞ്ചങ്ങൾ കുളിർപ്പാട്ടിൽ പകർന്നാടും നേരം മന്ദഹാസ പുഷ്പം ചൂടും സാന്ദ്ര ചുംബനമേകും സുന്ദരാംഗരാഗം തേടും ഹൃദയഗീതം മൂടും മന്ദമന്ദമെന്നെ പുൽകും ഭവഗാനം പോലെ ശാരദീതു പൂവും ചാരി സോമഗീതം പൂവും തീർക്കണേ സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ തത്വമസി പൊരുളേ നിത്യസത്യതയാം നിധിയേ ഇനി കൽപ്പാന്ത വിരീതൽ തുറന്നീട
തത്വമസി പൊരുളേ നിത്യസത്യതയാം നിധിയേ ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ. ഇഖപരശാന്തി തൻ അമൃതം അരുളണേ. മനസാകും പുലിമേലി വാഴണേ. ജന്മശനിനേക്ക് ശരിയേകിടണമേ. സാമവേദം നാം ഉണർത്തിയ സ്വാമിയേ ഇന്നീ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഹരിരാഗസാരമേ ശിവതേജോരൂപമേ കൽക്കണ്ട ദൈവമേ സ്വാമിയേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ ഇന്നീ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യതയാം നിധിയേ ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. ജീവിതത്തിൻ മഹത്വം നിലയ്ക്കാതെ മൃഗസാമ്യ ചിത്തനായി ജീവിതം പേറുവാൻ. മണ്ണിന്റെ ദുരിതമായി സ്ത്രീക്കു സ്നേഹം പകർത്തിയും ദേഹം വളർത്തിയും ധന്യപ്രതീക്ഷകൾ ലോകത്തിനേകുവാൻ. സ്നേഹം പകർത്തിയും ദേഹം വളർത്തിയും ധന്യപ്രതീക്ഷകൾ ലോകത്തിൽ നീ വളർന്നിടും മറന്നഹോ മൂഢാത്മചിത്തനാ. ദുർമാർഗ ചിന്താതലത്തിനധീനനായി നിന്നെ വിളിച്ച ഈ ധന്യമാം ഭൂമിയിൽ നാലഭംഗം ചെയ്യരുതരുത്. അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരി. ഒരു നിമിഷത്തിന്റെ കാമാർ. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പകൽ വെളിച്ചം പോലെ സത്യമാണ്. ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉയർന്ന പദവികളിലും സ്ത്രീകൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അസമത്വം, വിവേചനം, അതിക്രമം ഇവ ഇന്നും സ്ത്രീകൾ അനുഭവിച്ചു വരുന്നു. കാലാകാലങ്ങളായി മാറിവരുന്ന സർക്കാരുകൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. അത്തരത്തിൽ സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ജ്വാല. രചിച്ച പെണ്ണ് എന്ന കവിത ഞാൻ ചൊല്ലുന്നു. പ്രണയത്തിൻ മുന്തിരിച്ചാറിൽ വിഷം ചേർക്കും പകയുടെ പേരല്ല പെണ്ണ്. പ്രണയത്തിൻ മുന്തിരിച്ചാറിൽ വിഷം ചേർക്കും പകയുടെ പേരല്ല പെണ്ണ്. സഹജാതർ നെഞ്ചിലെ ചുടുചോര മോന്തുന്ന ദുരയുടെ പേരല്ല പെണ്ണ്. സഹജാതർ നെഞ്ചിലെ ചുടുചോര മോന്തുന്ന ദുരയുടെ പേരല്ല പെണ്ണ്. ഇരിയുന്ന വേനലിൽ തരുവായി തണലേകും സഹനമേ നീയാണു പെണ്ണ്. എരിയുന്ന വേനലിൽ തരുവായി തണലേകും സഹനമേ നീയാണു പെണ്ണ്. വാശിയോടന്യോന്യം പടവാളു വീശുന്ന സ്വാർത്ഥമേ നീയല്ല പെണ്ണ്. ആരാണ്ടതെല്ലാം കവർന്നെടുക്കാൻ നോക്കും ആർത്തിക്കു പേരല്ല പെണ്ണ്. ആരാണ്ടതെല്ലാം കവർന്നെടുക്കാൻ നോക്കും ആർത്തിക്കു പേരല്ല പെണ്ണ്. ചേർത്തു പിടിക്കുന്ന സാന്ത്വനമേ നിന്റെ പേരാണ് നേരാണു പെണ്ണ്. ചേർത്തു പിടിക്കുന്ന സാന്ത്വനമേ നിന്റെ പേരാണു നേരാണു പെണ്ണ്. നിന്റെ പേരാണു നേരാണു പെണ്ണ്.
ഇടയാതെ ചിരി തൂകുമമ്മ. ഇടനെഞ്ചിലഗ്നിയും മറുനെഞ്ചിലെപ്പോഴും കനിവും നിറയ്ക്കുന്നയമ്മ. പകരമില്ലാത്ത പരമമാം സത്യത്തിൻ പൊരുളാണ് പെണ്ണ്. പകരമില്ലാത്ത പരമമാം സത്യത്തിൻ പൊരുളാണ് പെണ്ണ്. ദൂരയല്ല പകയല്ല ചതിയല്ല പെണ്ണ്, പൊരുതുന്ന നേരാണു പെണ്ണ്. ദൂരയല്ല പകയല്ല ചതിയല്ല പെണ്ണ്, പൊരുതുന്ന നേരാണു പെണ്ണ്. പൊരുതുന്ന നേരാണു പെണ്ണ്, പൊരുതുന്ന നേരാണു പെണ്ണ്. താങ്ക് യു. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുള്ളതും താമസിയാതെ നമ്മളോടൊപ്പം ചേരും എന്ന് നാം പ്രതീക്ഷിക്കുന്നതുമായ ജില്ലാ പോലീസ് മേധാവി തിരുവനന്തപുരം റൂറൽ ബഹുമാനപ്പെട്ട ശ്രീമതി കിരൺ നായർ IPS, കിരൺ നാരായൺ IPS, ബഹുമാനപ്പെട്ട ശ്രീമതി റാഷിദ RS അവരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ICDS സൂപ്പർവൈസർ ശ്രീമതി പ്രഭാബാബു അവരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയായി. ആദ്യമായി അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി GO ശ്രീവിദ്യ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൾ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൾ. സുരബില ജീവിത മാധുര്യ വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ബി സന്ധ്യ അവരെ ക്ഷണിക്കുന്നു. ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനിയായ വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജീവോ ശ്രീവിദ്യ, അതുപോലെ വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനിരെ, വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തിലെ ജ്വാലാ പദ്ധതിയുടെ ഭാഗമായ നമ്മുടെ സ്ത്രീകളുടെ മഹാസംഗമം ഇവിടെ അരങ്ങേറുന്നത്. നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾക്ക് ഉന്നതമായ പദവിയാണുള്ളത് നമുക്കറിയാം. പക്ഷേ രാത്രികാലങ്ങളിൽ സ്ത്രീകൾ നടക്കുന്ന അസംബന്ധം, കാരണം സ്ത്രീകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നു. അപ്പൊ അത് ആ ഒരു സങ്കോചം അവരെ മാറ്റിയെടുക്കുക, അതോടൊപ്പം സ്ത്രീകൾക്കുള്ള ആ കലാവാസനകളെ പരിപോഷിപ്പിക്കുക എന്നീ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ ഈ മഹാസംഗമം അവിടെ നടക്കുന്നത്. അപ്പൊ ഇതില് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതുപോലെ നമ്മുടെ എല്ലാ ജനവിഭാഗ വനിതകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന ബഹുമാനിയായ വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജീവോ ശ്രീവിദ്യ അവരെ വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വനിതാ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്ന നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീമതി കിരൺ നാരായണ IPS ഇവിടെ എത്തിച്ചേരും. മേഡം ഒരു അടിയന്തര മീറ്റിംഗിലാണ്. അതുകൊണ്ട് വനിതാ ജംഗ്ഷൻ പരിപാടിയുടെ ഉദ്ഘാടനം മേഡം വന്നതിന് ശേഷം നമ്മളിവിടെ നടത്തും. ഇന്നിപ്പോ കലാപരിപാടികൾ, കാരണം ഒരുപാട് കലാപരിപാടികൾ നമ്മൾക്കിവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ നമ്മുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം, ഭദ്രദീപം തെളിയിക്കൽ നമ്മുടെ പ്രശസ്ത ഗായിക, നമ്മുടെ നാട്ടുകാരി, നമ്മുടെ പ്രിയങ്കരിയായ കുമാരി അവനിയാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഏരിയ സ്റ്റാർ സിംഗർ. നമുക്ക് അവനിയെ വളരെ ഇഷ്ടമാണ്. നമ്മുടെ വാമനപുരം ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വാമനപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയും വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ ഡോക്ടർ സുനിത ഇവിടെ എത്തി. വളരെ നേരത്തെ തന്നെ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തെ വളരെ സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കേരള സമാഖ്യ അസോസിയേറ്റിയുടെ അസോസിയേറ്റ് പ്രോജക്ട് ഓഫീസർ, നമ്മുടെ വനിതാ ജംഗ്ഷനുമായിട്ടുള്ള എല്ലാ പരിപാടികളും, കൂടിയാലോചന യോഗങ്ങളിലും എല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നുകൊണ്ട് രമാദേവി ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീമതി രമാദേവി അവരെ വളരെ ബഹുമാനത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ സംസ്ഥാന നാടക ജേതാവ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അവരുടെ അസാന്നിധ്യത്തിലും വളരെ സ്നേഹത്തോടെ പെരുപ്പഴങ്കോട് ശാന്ത അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്കിലെ ഒരു അടിയന്തര മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും. ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിൻഷാ ബി ഷറഫിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ ഉണ്ണികൃഷ്ണൻ, മുഴുവൻ പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ശ്രീമതി ശ്രീജ ഉണ്ണികൃഷ്ണനെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ആനച്ചൽ വാർഡ് മെമ്പർ ശ്രീമതി സുനീത സലീം അവർകളെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വഴവേലിക്കോണം വാർഡ് മെമ്പർ ശ്രീമതി ഷീജ രാമേന്ദ്രൻ അവർകളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വാമനപുരം വാർഡ് മെമ്പർ ശ്രീമതി ബിനിതകുമാരിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഗിരിജാ വിജയൻ തൂങ്ങയിൽ വാർഡ് മെമ്പർ ശ്രീമതി ഗിരിജാ വിജയനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരുളൂർ വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ പി എസ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ CDPO എത്തിച്ചേരും. CDPOയുടെ അസാന്നിധ്യത്തിൽ CDPO ശ്രീമതി ജ്യോതി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ICDS സൂപ്പർവൈസർ നമ്മുടെ പ്രഭാബാബു ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രഭാബാബുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീമതി സബീന അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ മൊത്തം പ്രവർത്തനങ്ങൾക്ക് നമ്മളോടൊപ്പം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീമതി റാഷിദയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാളുപരി ഈ ഒരു മഹാസംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോട് നിൽപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വാമനപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഫൈസൽ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ, നമുക്കറിയാം വനിതാ സംഘമായതുകൊണ്ട് അവരെല്ലാവരും നമ്മളോടൊപ്പം നമുക്ക് പ്രവർത്തനം സഹായിക്കുന്നുണ്ട്. വേദി പങ്കിടാൻ കഴിയില്ല എങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ പുറത്തുണ്ട്. അവരെല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിന്റെ ജീവനക്കാര്, എന്റെ പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിവിധ വാർഡുകളിലെ പ്രിയപ്പെട്ട സഹോദരിമാർ, NRDS ജീവനക്കാര്, പഞ്ചായത്തിലെ ജീവനക്കാര്, നമ്മുടെ ഹരിത കർമ്മസേന എന്ന് വേണ്ട നമ്മുടെ വാമനപുരം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകൾ എത്തുന്നുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ രാത്രി 2 മണി വരെ നമ്മുടെ പരിപാടികൾ നീളുന്നുണ്ട്. വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. അതുപോലെ നമ്മുടെ ഈ നാട്ടുകാർ നമ്മുടെ പരിപാടി വീക്ഷിക്കുന്നതിനും നമുക്ക് ആവശ്യമായ സഹകരണങ്ങൾ ചെയ്യും. നാളെ സ്ത്രീകൾ എന്ന രീതിയിൽ നമ്മളെ തോളോട് ചേർത്ത് നിൽക്കുന്നതിനും സ്ത്രീകളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിനും തയ്യാറായ എല്ലാ ജനാവലിയെയും വാമനപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വളരെ സ്നേഹത്തോടെ പരിപാടി മുഴുവൻ തീർന്നതുവരെ നിങ്ങളെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു എന്റെ അഭിവാദ്യങ്ങൾ. അടുത്തത് അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി GO ശ്രീവിദ്യ അവരുടെ ക്ഷണിക്കുന്നു. നമ്മുടെ വനിതാ ജംഗ്ഷൻ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ശ്രീമതി കിരൺ നാരായൺ IPS ആണ്. ജില്ലാ പോലീസ് മേധാവി, തിരുവനന്തപുരം റൂറലാണ്. മാഡം ഇന്ന് തന്നെ 2-3 പരിപാടികൾ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വൈകിയാലും ഇവിടെ വന്ന് എത്തിച്ചേരും. ഞങ്ങളോടൊപ്പം പരിപാടികളിലൊക്കെ പങ്കുചേർന്നിട്ട് പോവുള്ളെന്ന് കുറച്ച് മുമ്പേ അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരു അത്യാവശ്യ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഏകദേശം ഒരു 4-4:30 മണിയോടുകൂടി മാഡം എത്തിച്ചേരും. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഇപ്പം മാഡം അറിയിച്ചിരുന്നു, നിങ്ങളുടെ ഉദ്ഘാടന പരിപാടികളൊക്കെ ആരംഭിച്ചോളാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് ദീപം കൊളുത്തി അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് പ്രശസ്ത ഗായിക അവനിയെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട, നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് അവനിയുടെ മധുരമായ സൗണ്ട് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ കുമാരി അവനി, അതുപോലെ തന്നെ ഡോക്ടർ സുനിത മാഡം, വിളിച്ചപ്പോൾ തന്നെ സുനിത മാഡമാണ് നമ്മുടെ വനിതകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെയൊക്കെ കേസുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ മാഡമാണ്. അപ്പോൾ മാഡത്തെ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ പരിപാടിയിൽ വരാമെന്ന് പറയുകയും ഒരു എതിർപ്പും പറഞ്ഞില്ല, തീർച്ചയായിട്ടും വരാം, ഞാൻ വന്ന് ക്ഷണിക്കാം, നോട്ടീസ് അടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഔപചാരികതയുടെ പേര് നമ്മൾ ചെന്ന് വിളിക്കും. അപ്പോൾ മാഡം പറഞ്ഞു വേണ്ട, വളരെ തിരക്കല്ലേ, അപ്പോൾ ഇവിടെ വന്നോളാം. അപ്പൊ ഞാൻ വാട്സാപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. മാഡം വളരെ നേരത്തെ തന്നെ എത്തി. അതുപോലെ തന്നെ നമ്മുടെ രമ ചേച്ചി എന്താ പറയണ, ഞാൻ ആദ്യം നമ്മുടെ വനിതാ ജംഗ്ഷൻ പരിപാടി മറ്റു പഞ്ചായത്തുകളിൽ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആശയം വേണമല്ലോ. അപ്പൊ മുമ്പേ ഞാൻ വിളിച്ചത് എന്തുകൊണ്ടോ എന്തോ രമചേച്ചി ഞാൻ മുമ്പ് 1-2 സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടേ ഉള്ളൂ. നമ്മുടെ മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ പ്രോജക്ട് ഓഫീസറാണ്. അപ്പോൾ മാഡത്തെ ഞാനൊന്ന് വിളിച്ചു. മാഡം നേരത്തെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വരികയും എനിക്ക് കുറേ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളും ഒക്കെ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുകയും നമ്മുടെ വെൽക്കം ഡാൻസ് നമ്മുടെ പ്രശസ്ത
പ്രശസ്ത കവി ശ്രീ വിഭു പെരപ്പങ്കോട് സാറാണ് എഴുതി തന്നത്. നമ്മുടെ രംഗപ്രഭാത് ഗീതാ മേഡത്തെ ഓർമ്മിക്കാതെ പോകാൻ ഈ അവസരം കഴിയില്ല. കാരണം നമ്മൾ ആരും നൃത്തം പഠിച്ചവരല്ല, നമ്മൾ ഈ കളിച്ചവരാരും ഡാൻസ് പഠിച്ചവരല്ല. നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് അതും മാഡം വളരെ വ്യക്തമായി നമുക്ക് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും, നമ്മൾ ഈ ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് കളിക്കാനായിട്ട് ഇതിലുള്ള 90% പേരും ഈ തട്ടിൽ കയറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അപ്പോഴും പറഞ്ഞു, നമ്മുടെ മാഡത്തെ നമ്മൾ മനസ്സിൽ വണങ്ങി തൊഴുതിട്ടേ നമ്മൾ കയറാവൂ. നമ്മൾ അത്രേ ചെയ്തുള്ളൂ. മാഡത്തെ തീർച്ചയായിട്ടും നമ്മൾ ഓർത്തുകൊണ്ടാണ് രംഗപ്രഭാത് ഗീതാ മാഡത്തെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങിയത്. അപ്പൊ അവിടെ വന്ന് ഈ കവിതകളൊക്കെ ഈ പാട്ട് നമ്മുടെ സ്വാഗതഗാനത്തിന്റെ പാട്ട് രചിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ രമാ മാഡം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവസാനം ട്യൂണിട്ട് ഇത് റെക്കോർഡ് ചെയ്യാനും ഇത് പാടാനും നമ്മുടെ ഗീതാ മാഡമാണ് അത് പാടിയിരിക്കുന്നത്. കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ പാടി സെറ്റാക്കി റെക്കോർഡാക്കി തരികയാണ് ചെയ്തത്. അതിന് ഒപ്പം നിന്ന നമ്മുടെ രമാ മാഡം, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർവൈസർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. 2024-25 പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ സൂപ്പർവൈസർ നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികള്, എന്താ പറയേണ്ടത്, നമ്മുടെ 8 വനിതാ ജനപ്രതിനിധികൾ ഒപ്പത്തിനൊപ്പം നമ്മളോടൊപ്പം നിന്നിട്ടാണ് നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാനായി വന്നത്. നമ്മുടെ സ്വാഗതം പറഞ്ഞ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും അന്ന് തൊട്ട് ഇന്ന് വരെ ഒപ്പം നിന്ന മറ്റൊരാളാണ് നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ശ്രീജ ഉണ്ണികൃഷ്ണൻ. അതുപോലെ ഈ വാർഡിന്റെ മെമ്പറാണ് ശ്രീമതി ബിനിതകുമാരി. നമ്മുടെ തൊട്ടടുത്ത വാർഡ് മെമ്പർ ഷീജ രാമചന്ദ്രൻ, ശ്രീജ PS, സുനീത സലിം മെമ്പറും എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വുമൺ ഫെസിലിറ്റേറ്റർ, എല്ലാത്തിനും കോർഡിനേഷൻ നൽകാനായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഒപ്പം ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ വേദിക്ക് നമ്മുടെ സദസ്സിൽ നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. ഒന്ന് നമ്മുടെ സെക്രട്ടറിയെ കുറിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. നല്ല ഒരു കലാകാരനാണ് സെക്രട്ടറി. നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു ഉത്സവം, ഒരു ഓണവും അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ മുഴുവൻ സ്റ്റാഫുകളെയും ജനപ്രതിനിധികളെയും ഇറക്കിക്കൊണ്ട് നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി. അതിലുപരിയായിട്ട് ഞാൻ അവസാനം പറയാൻ വച്ചേക്കുന്ന ഒരു ആളാണ്. അതിനുപരിയായിട്ട് നമ്മുടെ ബഷീർ മെമ്പർ, നമ്മുടെ ശൈലജ മെമ്പർ, ഉദ്യോഗസ്ഥരൊക്കെ നിൽപ്പുണ്ട്. സാബു മെമ്പർ, നമ്മുടെ ഗിരിജ വിജയ മെമ്പർ, ഞാൻ കണ്ടില്ല, ഗിരിജ വിജയ മെമ്പർ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെ പ്രിയപ്പെട്ട ഗിരിജ വിജയ മെമ്പർക്ക് എല്ലാത്തിനും കൂടെ നിൽക്കാൻ കഴിയില്ല, കാരണം അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്നും വന്ന് നമ്മളോടൊപ്പം നിൽക്കാൻ കഴിയില്ല. എന്നാലും നല്ല സപ്പോർട്ടാണ് നമ്മളെ ഗിരിജ വിജയ മെമ്പർ. എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഉറക്കമൊഴിഞ്ഞ് ഈ പരിപാടിയുടെ എല്ലാ കാര്യത്തിലും നമുക്ക് മുന്നിൽ നിന്നുകൊണ്ട്, നമ്മളിപ്പോ സ്ത്രീകളുടെ പരിപാടിയാണ്, സ്ത്രീകളാണ് സംഘടിപ്പിക്കുന്നത്, എന്നാൽ പോലും ഈ സ്റ്റേജ്, മൈക്ക്, മറ്റ് ഭക്ഷണം, നിങ്ങൾക്ക് വേണ്ടുന്ന കസേര എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ, കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടുന്ന കസേരകള്, മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി, ഇവിടെ സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി തരുന്നത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ R. രഞ്ജി അവറുകളാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല, അദ്ദേഹമാണ് ഈ പരിപാടി നമുക്ക് വിജയിപ്പിച്ചു തരുന്നത്. അപ്പൊ അദ്ദേഹം നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ദേവദാസൻ പ്രസിഡന്റ് പോയെന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥനായാലും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരായിരുന്നാലും നമ്മുടെ ICDS-മായി ബന്ധപ്പെട്ട എല്ലാവരും, ഹരിതകർമ്മസേന എന്ന് പറയുന്നത് നമ്മുടെ വലങ്കൈയാണ്. എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ അത് വിജയിപ്പിച്ചു തരാൻ നമ്മളോടൊപ്പം തോളോട് തോൾ നിൽക്കുന്നതാണ് നമ്മുടെ ഹരിതകർമ്മസേന. 30 മക്കളെന്ന് തന്നെ പറയാം. അത്രയ്ക്കും നമുക്ക് ഈ ഡാൻസിന്റെ പകുതി പേരും അവരും കൂടി ആയിരുന്നു. നമ്മളെല്ലാവരെയും, അതായത് ജനപ്രതിനിധികള്, ഉദ്യോഗസ്ഥര്, നമ്മുടെ ഹരിതകർമ്മസേനകള് ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ നൃത്തമൊക്കെ അവതരിപ്പിച്ചത്. അപ്പൊ അവരുമുണ്ട്. അപ്പൊ അതിനുപരിയായിട്ട് ഇതിലെല്ലാം നമുക്ക് ചേർന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ സ്ഥാപന മേധാവികളും നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സഹോദരിമാരെ പറഞ്ഞു കഴിഞ്ഞു. 2024-25 ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ്. ഈ പ്രോജക്റ്റ് വർഷാവർഷമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ജ്വാല എന്നൊരു പദ്ധതിയായിട്ട് വർഷാവർഷം നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഒരു ക്ലാസ്, നമുക്ക് സ്ത്രീ പീഡനം അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ ഒതുക്കി നമ്മൾ ആ പ്രോജക്റ്റ് നിർത്തുന്നതാണ്. പക്ഷേ ഈ വർഷം മുതൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പ്ലാനിംഗ് ഓഫീസറുടെ നിർദ്ദേശമാണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും
വനിതാ ജംഗ്ഷൻ, സ്ത്രീകളുടെ ജ്വാല പദ്ധതി വനിതാ ജംഗ്ഷൻ എന്ന പേരില് 500ഓളം സ്ത്രീകളെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ രാത്രി നടത്തത്തോടുകൂടി അവസാനിപ്പിക്കുന്ന പ്രോഗ്രാം നടത്തണമെന്നത് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലേ? ഉദ്ദേശങ്ങൾ എന്താണ്? പൊതുവിടം നമ്മുടേത് കൂടിയാണ്, അല്ലെ? പൊതുസ്ഥലം നമ്മുടേത് കൂടിയാണ്. ആണ് പെണ്ണെന്നൊരു വ്യത്യാസമില്ല, നമ്മുടേത് കൂടിയാണ്. അസമയം അസമത്വമാണ്. അസമയം എന്നൊരു സമയമില്ല, എല്ലാം സമയം തന്നെയാണ്. അപ്പൊ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്റെ കാഴ്ചപ്പാടില് ഇതിലുപരിയായിട്ട് മറ്റൊരു കാര്യമുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുവിധമൊക്കെ പാടും, ഒരുവിധം നൃത്തം ചെയ്യും. 10ാം ക്ലാസ് വരെയൊക്കെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് വീട്ടിലായതിനു ശേഷം ഞാൻ എൻ്റെ മക്കള് ഭർത്താവ് എന്ന നിലയിൽ കുടുംബത്തിലേക്ക് അങ്ങ് ഒതുങ്ങുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വരികയും MGNRGSന്റെ മാറ്റായിട്ട് ജോലി നോക്കുകയും ഒക്കെ ചെയ്ത ആ നിലയിൽ ഞാൻ മെമ്പറായിട്ട് വന്ന ഒരാളാണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വന്നതാണ്. അപ്പൊ നമ്മളെ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വന്ന് നിങ്ങളിൽ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കാൻ കഴിയും. കാരണം നിങ്ങളൊക്കെ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വന്ന് നമ്മളിപ്പം സംസാരിക്കാൻ പഠിച്ചു, ബാങ്കിൽ പോകാൻ പഠിച്ചു, ഒരു കേസ് വന്ന ഒറ്റയ്ക്ക് സ്റ്റേഷനിൽ പോകാൻ പഠിച്ചു. ഇതൊക്കെ പഠിച്ചവരാണ്. അപ്പൊ ഇനിയുള്ളത് നമുക്ക് കലാകാരികളായി വീട്ടിന്റെ അകത്തിരിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവരെയൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കുകയും നമ്മുടെ കലാവാസനകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. ഇത് ആദ്യമായിട്ട് ജില്ലയിൽ തുടങ്ങുകയാണ്. അതും തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഈ വർഷം ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം കൂടുതൽ വിപുലമായ രീതിയിൽ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിട്ട് നമുക്ക് നടത്താൻ കഴിയും. ഞാൻ സംസാരിച്ച് ഒരുപാട് സമയം പോകുന്നു. നമുക്ക് ഉദ്ഘാടനം എന്ന് പറയുന്നത് ഞാൻ കുറയ്ക്കണോന്ന് വിചാരിച്ചു. നിങ്ങളെയൊക്കെ കണ്ടപ്പോ അങ്ങ് മനസ്സ് തുറന്നു പോയതാണ്. അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങൾ എന്താണെങ്കിലും ഉറങ്ങിയിരിക്കണം, ഉഷാറായിട്ട് കൈയടിച്ചോ, ചിരിക്കുകയും കൈയടിക്കുകയും കൂക്കിടണമെങ്കിൽ കൂക്കിട എല്ലാം ചെയ്യാം. അപ്പോ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ കുമാരി അവനിക്കുട്ടിയെ നമുക്ക് ഭദ്രദീപം കൊളുത്താനായിട്ട് ക്ഷണിക്കാം. പ്രശസ്ത ഗായികയും നമ്മുടെ പ്രിയങ്കരിയുമായ കുമാരി അവനി SS-നെ കലാപരിപാടികളുടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി പ്രശസ്ത ഗായിക നമ്മുടെ പ്രിയങ്കരിയായ കുമാരി അവനി SS-നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കയ്യടി വേണ്ട, കയ്യടി വേണ്ട. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഇതാണ് എനർജി. നമ്മൾ സംസാരിക്കണം. വേണ്ടേ? വേണ്ടേ? സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം. ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട. അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും സംസാരിക്കേണ്ട. പക്ഷെ സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ സംസാരിക്കണം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇത്രയും പേരെ കാണാൻ പറ്റിയതിൽ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാനും ഒരു സ്ത്രീയാണ്. അപ്പൊ ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹോണസ്റ്റ് ആയിട്ട് മറുപടി പറയണം. സ്ത്രീകളുടെ ശരിക്കുള്ള ശത്രു ആരാ? സ്ത്രീകൾ തന്നെയാണ്, അല്ലേ? അത് മാറിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും ജയിക്കും. ഇപ്പൊ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരാള് ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തോനെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് അങ്ങ് പോവേണ്. നമ്മൾ എന്തെന്ന് പറയും? ഉഫ്, രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി അവൾ ഇറങ്ങി, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, അല്ലേ? നാളെ അതേ ഒരിടത്ത് നമ്മളും അതണക്ക് പോകുമ്പോ ബാക്കിയുള്ളവരും പറയുമ്പോൾ നമുക്കും ചിന്തിക്കാം, അല്ലേ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയൂല. അതും ഒരു സ്ത്രീയാണ്, അതേ സ്ത്രീ തന്നെയാണ് ഞാനും എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്കും മറ്റൊരു സ്ത്രീയെ കുറ്റം പറയാനുള്ള നാവ് നമുക്ക് പൊങ്ങൂല. അതുകൊണ്ട് ആദ്യം പരസ്പരം കുറ്റം പറയാതിരിക്കുക. കാരണം എന്റെ വീട്ടില് ഒരു സ്ത്രീ അല്ല ഉള്ളത്. ഞാൻ, എന്റെ അനിയത്തി, അമ്മ, 3 അമ്മാമ്മമാര്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരെ സംസാരം അറിയാലോ. ഒരു 4-5 പെണ്ണുങ്ങൾ കൂടിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ തീർന്ന ആ ഒരു ഏരിയ മൊത്തം വീട്ടിന്റെ അടുക്കളക്കകത്തുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴും അമ്മമാരാണ് എപ്പോഴും മക്കളെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കണത് അമ്മമാരാണ്. കാലുമേ കാലിയേറ്റി ഇരിക്കുമ്പോ പറയും, വേറൊരു വീട്ടിലോട്ട് കയറി ചെല്ലാനുള്ളതാണ് കാല് താത്തിയിട്ടിരിക്കണം എന്ന് പറയൂലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാരും പറയും, എല്ലാ അമ്മമാരും പറയും. കാരണം നമ്മൾ ആ ഒരു അച്ചടക്കം വീട്ടിനെ പഠിപ്പിക്കണതാണ്, അല്ലേ? ഇവിടെ ആൺമക്കളുള്ള എത്ര അമ്മമാരുണ്ട്? ഒന്ന് കൈവക്കോ. നിങ്ങൾ എത്ര പേര് ആൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന്? ഓക്കെ, അപ്പൊ എണ്ണം കുറഞ്ഞു അല്ലേ? ചുമ്മാ കൈവക്കണ്ട. കാര്യം എന്താ? അവരും നാളെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരാനുള്ളതല്ലേ? അവരും പഠിക്കണ്ടേ പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന്? ഒരാളുടെ അടുത്ത് ബഹുമാനത്തോടെ എങ്ങനെ പെരുമാറണം, റോഡിലിറങ്ങി ഒരാളുടെ അടുത്ത് എങ്ങനെ മിണ്ടണം എന്നുള്ളത് പെൺകുട്ടി മാത്രമല്ല ആൺകുട്ടിയും പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾ എന്തുകൊണ്ടത് പഠിപ്പിച്ചില്ല? അല്ലേ? നിങ്ങൾ എന്തുകൊണ്ടത് പഠിപ്പിച്ചില്ല? ഇങ്ങനെയുള്ള പരിപാടികള് എന്തിനാ പങ്കെടുക്കുന്നത്? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി. നമ്മൾ എപ്പോഴും പറയുന്നത് സമത്വം, ഫെമിനിസ്റ്റ്. സമത്വം പറയുന്നവർ ആദ്യം വിളിക്കുന്നത്, എന്റെ അമ്മ എന്നെ വിളിക്കും നീ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന്. സത്യത്തിൽ ഫെമിനിസ്റ്റിന്റെ അർത്ഥം ഞാൻ 24 മണിക്കൂർ അമ്മയുടെ അടുത്ത് പറയും. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെണ്ണ് ഏറ്റവും മുകളിൽ എത്തിയിട്ട് ആണ് താഴെ കിടക്കണം എന്നുള്ളതല്ല. ആണിനും പെണ്ണിനും തുല്യത. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റും, സഹോദരന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റും. സത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സ്ത്രീക്ക് പറ്റില്ല. അതേസമയം പ്രസവ വേദന അനുഭവിക്കാൻ ആണുങ്ങൾക്കും പറ്റില്ല. കുറവുകൾ 2 പേർക്കും ഉണ്ട്, സ്ത്രീക്കും ഉണ്ട് പുരുഷനും ഉണ്ട്. അത് ഈക്വലായിട്ട് പോവുക എന്നുള്ളതാണ് സമത്വം. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങള് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ആൺമക്കളെയും പഠിപ്പിക്കണം. എങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറണം, അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ പെരുമാറണം. സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോട് എങ്ങനെ പെരുമാറണം, കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ പഠിപ്പിക്കണം. പഠിപ്പിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനത്തെ സംസാരമൊക്കെ നിർത്താം. ഇനി നമുക്ക് കുറച്ച് എൻജോയ്മെന്റ് ആവാം. ഓക്കെ അല്ലേ? എല്ലാരും അണങ്ങോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പാട്ട് പാടാം. നിങ്ങൾ ആരൊക്കെ പാട്ട് പാടും? എല്ലാരും പാടും. അതാണ് ആ ധൈര്യത്തിന് പോലും കയ്യടി.
നിങ്ങൾ ആരെങ്കിലും കൈ പൊക്കിയാ? ആ ആന്റി പൊക്കി. ആന്റിയുടെ പേരെന്തുവാ? പ്രസന്നകുമാരി. പ്രസന്നകുമാരി ഗ്രേ കളർ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ, ചുമ്മാതല്ല, ആ ധൈര്യം. അടിപൊളി. ഇന്നത്തെ പരിപാടിക്ക് വരാൻ ഇന്നലെ റെഡി ആയില്ലേ? തെങ്ങ് കയറൂ? എനിക്ക് വയ്യ. സന്തോഷം കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് തെങ്ങ് കയറുന്ന ഒരു സ്ത്രീയെ. ട്രെയിനും പ്ലെയിനും മാത്രമേ ഇനി ഓട്ടിക്കാനുള്ളൂ. കണ്ടില്ലേ, അതും ഒരു സ്ത്രീയാണ്. ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റിയത്. ഓക്കെ, നമുക്കിനി പാട്ട് പാടാം. പാടാമോ? ഞാൻ പാടിയ ബാക്കി പാടോ? പാടും. നമ്മുടെ ശബ്ദം ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കണം, ഒരു കാരണവശാലും താന്നു പോകരുത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ദേഷ്യം വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? അല്ല, നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സന്തോഷക്കുറവ് കണക്ക് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് സമാധാനായി. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്. എനിക്ക് ബാക്കി പഠിത്തന്നാ മതി. ഒന്നുകൂടെ ടൈമിങ്ങിൽ ഉറച്ചു പാടണേ. ബാക്കില് കുറച്ച് മാമന്മാരൊക്കെ നിൽപ്പുണ്ട്, അവരൊക്കെ ഇങ്ങനെ കേട്ട് ഞെട്ടണം, ആ രീതിയിൽ പാടണം. ഓക്കെ ഓക്കെ. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. ഓക്കെ, അപ്പൊ ആ പാട്ട് എല്ലാവർക്കും അറിയാം. ഇനി രണ്ടാമത്തെ പാട്ടാണ്. രണ്ടാമത്തെ പാട്ട് പാടാമോ? പാടാമോ? കാക്കേ കാക്കേ കൂടെ വിടെ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ? ബാക്കി എന്താ? പിന്നല്ലതോ അവിടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പാടി. ഓക്കെ, അപ്പൊ ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പാട്ട് പാടാൻ അറിഞ്ഞൂടാൻ ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെയാണ് പറയണത് നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പറ്റും. നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെ കൊണ്ടൊരു കാര്യം പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. ഇല്ലേ? സ്ത്രീകൾക്ക് തെങ്ങ് കയറാൻ പറ്റും ആരെങ്കിലും വിചാരിച്ചോ? ആ കേറിയില്ലേ? അതാ, നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പറ്റാതായിട്ടൊന്നുമില്ല. അപ്പൊ ഇനി അവസാനത്തെ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടാൻ പോകണേ. ഉറപ്പല്ലേ? കൂടെ പാടണേ. കമലഹാസൻ സാറിന് ഇഷ്ടാണോ? ഇഷ്ടാണോ? എത്ര പേരുണ്ട്? എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്താണെന്തോ, എപ്പോഴും ചെന്നാലും കമലഹാസൻ സാറിന് ഇഷ്ടമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൈവെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് പാടാം. എല്ലാരും കൂടെ പാടണേ. പാടുവോ? ഉണ്ടാന കായമെങ്കും തന്നാലെ മാറിപ്പോന മായമെന്ന പൊന്നാനെ പൊന്നാനെ. അറിഞ്ഞൂടാത്തോണ്ടാണോ പാടാത്തത്? അല്ലല്ല അല്ല, അറിഞ്ഞൂടാ. എന്നാലും അറിയാന്നുള്ള വരികയാണെങ്കിൽ കൂടെ പാടിയാൽ മതി. ഓക്കെ. ഉണ്ടാന കായമെങ്കും തന്നാലെ മാറിപ്പോന മായമെന്ന പൊന്നാനെ പൊന്നാനെ. என்ன காயமான போதோ என்னேனே தாங்கிக் கொள்ளும் உந்தன் மேனே தாங்காதான் செந்தேனே. என்ன காதல் என்னவென்று சொல்லாமல் எங்க அழுகை வந்தது. உந்தன் சோகம் உன்னை தாக்கும் என்றென்றும் போது வந்த அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா?
சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. രണ്ട് കൈ ഒന്ന് മുകളിലോട്ട് ഉയർത്താമോ? ഉയർത്തോ, എല്ലാരും ഉയർത്തോ. ലലി ലാലി ലാലിയേ ലാലി ലാലിയേ ലലി ലാലി ലാലിയേ ലാലി ലാലിയേ ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. ഈ വരി എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. കൈ താന്നോ? അങ്ങോട്ട് ഉയർത്തി പെണ്ണുങ്ങളെ, അങ്ങോട്ട് ഉയർത്തി. പാടി പറഞ്ഞിട്ട്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ എങ്കും സൗഖ്യമേ. താങ്ക് യു. നിങ്ങളുടെ ഈ സ്നേഹത്തിനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദി. ജ്വാലയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.